അച്ചു അമ്മ പോവാണേ. വല്ലാണ്ടങ്ങ് തള്ളല്ലേ. അതെ, ഞങ്ങൾ ചോറിനെ കൂടെ കാണണം കേട്ടോ. ഇതിനെതിരെയും കൂടെ പ്രതികരിക്കാനായിട്ട് നിൽക്കണം. ഈ ഒരു സോഷ്യൽ മീഡിയ രംഗത്ത് വന്ന് നിന്നതിന് ശേഷം രേണു ഇപ്പോഴായിരിക്കും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടൊരു വീഡിയോ ഇടുന്നത്. അത് ഇടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മ കൃത്യമായിട്ട് തന്നെ കറങ്ങി തിരിഞ്ഞടിച്ചിട്ടുണ്ട്. വേറെ ഒരു കണ്ടന്റും ഇല്ല, തുറക്കാൻ പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യമല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം അങ്ങനെ പറയാം. എന്തൊരു പെർഫോമൻസ് എവിടെ നിന്ന് കിട്ടി ഇതിനെ? നന്മയോളി ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നീ ഈ കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നീ നന്മയോളി കാണിച്ചിട്ട് നന്മ പരിപാടികളാണെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടന്റ് ഓളികൾക്ക് കണ്ടന്റ് ഇട്ട് കൊടുത്ത നന്മയോളി പരിപാടിയെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പള്ളിക്കാരും ഈ പപ്പ അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ വിട്ടു ചില്ലറ കഴപ്പൊന്നുമില്ല അവന്മാർക്ക് അല്ലേ? താല്പര്യത്തിൽ ചെയ്തിട്ട് ഈ ചെറുക്കന്റെ കയ്യിൽ കൊണ്ടിട്ട് 1.5 ലക്ഷം രൂപയുടെ ബില്ല് കൊടുത്തേക്ക്. നീ ബില്ല് അങ്ങ് അടച്ചേക്ക് കല്ലറ ഉണ്ടാക്കിയതിന്റെ ആണെന്ന്. അപ്പൊ നാണമില്ലല്ലോടാ നീയൊക്കെ ചെയ്ത പരിപാടിക്ക്. ഒന്ന് ആലോചിച്ചു നോക്കെ, ഒരാളുടെ ശവശരീരം വിറ്റ് ജീവിക്കാനായിട്ട് വീണ്ടും തുനിഞ്ഞിറങ്ങിയ ആ ഒരു രേണുവിന്റെ മാനസികാവസ്ഥ ഉണ്ടല്ലോ, അല്ലെങ്കിൽ രേണുവിന്റെ കുടുംബത്തിന്റെ മാനസികാവസ്ഥ ഉണ്ടല്ലോ. വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഓക്കെ എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. എന്തെങ്കിലും കുത്തി കേട്ടി പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. ഇങ്ങനെ വന്നിട്ട് ഞാൻ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞ ഫുള്ളും ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്തെന്നുള്ള പണി പിന്നെയും പാളി. എന്നാ ഒളിവി പോണേനക്കാ ഓടിയും കൂടി ചെല്ലു. പിന്നെ ഒളിവി പോകേണ്ട വരില്ല. മട്ടിലോ ഞാൻ എന്തെങ്കിലും അപരാധം ചെയ്തെന്ന മട്ടിലോ? അപരാധം ചെയ്തില്ലേ? ആ ചെറുക്കൻ അവന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത്രയും നാളത്തെ ഇങ്ങനെ അടി കിട്ടത്തില്ലായിരുന്നു. മുഴുവനും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു കണ്ടന്റ് ആണ് രേണു സുധി. ഇവരൊക്കെ എന്തിന് കാശ് കിട്ടുന്നുണ്ടായിരിക്കും അവർക്ക് മാസം. പക്ഷെ ഇതിപ്പോ ആഘോഷിക്കാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞ് ഇത് ആഘോഷിക്കാൻ ആൾക്കാർ കാണും. ഇഷ്ടം പോലെ അവള് കള്ളക്കരച്ചിലുമായിട്ട് ഇറങ്ങി. അവള് മുതലക്കരച്ചിലല്ല, മുതല കണ്ണീരുമായിട്ട് ഇറങ്ങി. എന്തൊക്കെയോ തെറ്റി പോകുന്നുണ്ട്. സ്ക്രിപ്റ്റ് എന്തോ മിസ്റ്റേക്ക് ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല, കണ്ണുനീരൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇറങ്ങി പരമനാറി പട്ടി കഴിവരടാ മോളെ. എന്തായാലും തന്നെ പൊക്കി. ഇനി നിന്നും മെഴുകാതെയുള്ള കാര്യം പറ. ടീം പോയി, കിടപ്പാടവും പോയി, ആ പാടുണ്ടായിരുന്ന മാനവും പോയി. തൽക്കാലം ഇത്രയും മതി.